ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരോടുള്ള ചിറ്റമ്മ നയം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ. പല കാരണങ്ങളാലും പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ജമാഅത്തിൽ കൂടാതെ പിറയിൽ മാറി നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം സൂക്ഷ്മാലുക്കളോട്, അത്തരം തഖ്വിസ്റ്റുകളോട് നിർദയം പെരുമാറുകയും അവരോട് ചൂടാവുകയും ചിലപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തിൽ ഇമാമ് നിൽക്കുന്നയാള് ശരിയല്ല, സംഘടനാപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ വിശ്വാസപരമായ കാരണങ്ങളാലോ രാഷ്ട്രീയമായ കാരണങ്ങളാലോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ ആണ് അയാൾ ആ ജമാഅത്തിൽ തുടരാതെ ഒറ്റയ്ക്ക് മാറി നിന്ന് നിസ്കരിക്കണം. ആ നിസ്കരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വളരെ ദൈവഭക്തിയും വളരെ ധാർമ്മിക നിഷ്ഠയും സത്യസന്ധതയും ഒക്കെ ഉള്ളവരായിരിക്കും. വളരെ വിനീതരായ, വളരെ അനുകരണീയമായ ജീവിതം നയിക്കുന്ന മാതൃകായോഗ്യരായിട്ടുള്ള ആളുകളായിരിക്കും. ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിൻ്റെ പേരിൽ, ജമാഅത്തിൽ കൂടാത്തതിൻ്റെ പേരിൽ മാത്രം അവരെ മോശക്കാരാക്കി കാണുന്ന മുഖ്യധാരാ സമീപനത്തിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ നിർണായക ഘട്ടത്തിൽ പറയാനുള്ളത്. ഞാൻ സ്ഥിരം ജമാഅത്തിന് പോകുന്ന പള്ളിയിൽ ജമാഅത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. താടിയൊക്കെ ഉണ്ട്, വളരെ സൗമ്യനാണ്, ജോലിയെടുത്ത് ജീവിക്കുന്ന അധ്വാനപ്രിയനായ ആളാണ്. പക്ഷെ അവിടുത്തെ ജമാഅത്തിൽ കൂടാതെ പുള്ളി ജമാഅത്ത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് പോരുന്നുണ്ടാവും. ചിലപ്പോൾ അതിന് കഴിയാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഭക്തിപൂർവം ഒറ്റയ്ക്ക് മാറി നിന്ന് നിസ്കരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾക്ക് അർഹിക്കുന്ന ആദരവും സ്വീകാര്യതയും പരിഗണനയും കിട്ടണം എന്നുള്ളതാണ് പറയാനുള്ളത്. പല കാര്യങ്ങളിലും സമുദായം പയ്യാണല്ലോ നവീകരിക്കപ്പെടുന്നത്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ അവനെ മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ പോലും നമ്മുടെ പാരമ്പര്യ മനസ്സ്, യാഥാസ്ഥിതിക മനസ്സ് കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ പള്ളികളിലൊക്കെ ചെന്ന പള്ളികളോടനുബന്ധിച്ച മൂത്രപ്പുരയിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന ആളുകൾ, അവർക്കതൊരു കുറച്ചല. ഇരുന്ന് മൂത്രമൊഴിക്കുന്ന ആളുകൾ അവര് വളരെ അപകർഷബോധത്തോടു കൂടിയാണ് ഇരുന്ന് മൂത്രമൊഴിക്കണം. കാരണം കൊള്ളാവുന്ന ആളുകളൊക്കെ വന്ന് നിന്നാണ് മൂത്രമൊഴിക്കണം. പിന്നെ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന ആൾക്കാരെ തല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മുഖ്യധാരാ മൂത്രമൊഴിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്ന് മൂത്രമൊഴിക്കലാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പാൻറിട്ടതിന്റെ പേരിൽ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വന്നതിന്റെ പേരിൽ കല്യാണ ആലോചനകളും മുടങ്ങിയ അവസ്ഥ പോലും ഇന്നത്തെ നിന്ന് മൂത്രമൊഴിക്കലുകാരുടെ മുൻഗാമികൾ അവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും സുഹൃത്തുക്കളെ. അപ്പോ അതുപോലെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പള്ളികളിൽ വന്നാൽ നേരത്തെയൊക്കെ നിലത്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് അത്തഹിയ്യാത്തില് തശഹുദിന്റെ ഇരുത്തോ തവറുക്കിന്റെ ഇരുത്തോ ഒക്കെ ഇരിക്കേണ്ടിയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. വന്നു കഴിഞ്ഞാല് നമ്മുടെ തറവാട്ടിലെ കാർന്നൂരിരിക്കും പോലെ കസേര കയറിയാണ് ഇപ്പൊ കൊച്ചു പുള്ളിയെ പോലും ഇരിക്കുന്നത്. അതിന് സാർവത്രിക അംഗീകാരം കിട്ടിപ്പോയി. ആ കസേരയിൽ അവൻ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ ചിലപ്പോൾ റാക്കിലും മുസഹഫ് ഇരിപ്പുണ്ടാവും, തഫ്സീർ ഇരിപ്പുണ്ടാവും. എടാ അവിടെ തഫ്സീർ ഇരിപ്പുണ്ട്, അവിടെ മോളിൽ കയറി ഇരിക്കല്ലേ എന്ന് പറയുന്ന കാർന്നോന്മാരും വലിയാക്കന്മാരും മുക്രിമാരും ഒക്കെ അവര് മോശക്കാരാണിപ്പോ. കാരണം സമൂഹം വല്ലാതെ നവീകരിക്കപ്പെട്ടു പോയി. അങ്ങനെ എല്ലാം മാറി മറിഞ്ഞ് തിരിഞ്ഞു വരികയാണ്. അതുപോലെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളികളിൽ ഈ മിമ്പറുണ്ടല്ലോ, വെള്ളിയാഴ്ച ഖത്തീബ് കയറി നിന്ന് ഖുത്ബ നടത്തുന്ന മിമ്പർ, അത് ഏതാണ്ട് നമ്മുടെ അമ്പാട്ടുകുന്നേക്കാരുടെ കുത്തുകല്ല് പോലെ. ഇപ്പൊ പള്ളികളിലെ മുജാഹിദുകളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും മെമ്പറുകൾ അതേതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഏതാണ്ട് ഈ കോടതിയിലെ പ്രതിക്കൂട് പോലെയാണ്. അപ്പൊ അത് കണ്ടപ്പോ സുന്നികൾക്കും ഒരു മോഹം, എടാ ഞങ്ങളുടെ മെമ്പർ എന്താണ് ഇങ്ങനെ കുത്തുകല്ല് പോലെ, അവരും ഇപ്പൊ പ്രതിക്കൂട് പോലെ. അപ്പൊ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ചെറുക്കൻ പള്ളിയിൽ വന്നു. അവൻ LLB ഒക്കെ കഴിഞ്ഞതാണ്, വക്കീലാണ്.
അവൻ വന്നിട്ട് പള്ളിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ പ്രതിക്കൂട്ടിൽ ഇരുന്നെന്തോ പറയണം. ഇവൻ നോക്കുമ്പോ ജഡ്ജീനെ ഒന്നും കാണാനില്ല. അപ്പൊ എന്താണ് ഈ പള്ളിയിൽ ഇങ്ങനെ പ്രതിക്കൂട് എന്നുള്ള ഇതിന്റെ സാങ്കത്യവുമായി പുള്ളി പൊരുത്തപ്പെട്ടത് പിന്നീടാണ് ആരും പറഞ്ഞു കൊടുത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ, അത് പ്രതിക്കൂടല്ല മോനെ, അത് മിമ്പറാണ്, ഇപ്പോഴത്തെ ഫാഷൻ ഇങ്ങനെയാണ്, മുന്നിലൂടെ അൽയത്തിനെ ഈ ആളുകളുടെ ജുമയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നേരെ ആക്കിയവനായ നിലയിൽ മിമ്പറിലേക്ക് കയറുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിറകിലൂടെ വന്നിട്ടാ കയറല്. അപ്പൊ ഇതൊക്കെ മാറിപ്പോയി. ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും തുടങ്ങിയ കാര്യങ്ങൾ അത് മോശമായിട്ട് ചിത്രീകരിച്ചിരുന്നവർ തന്നെ ഏതൊന്നിനെയാണോ തങ്ങൾ മോശമായി ചിത്രീകരിച്ചിരുന്നത് അതിനെ തങ്ങളുടെ മതജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്ന വളരെ ആവേശദായകമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുത്ബയുടെ സ്റ്റൈലിലും ശൈലിയിലും ഈണത്തിലും ഒക്കെ മാറ്റം വന്നു. നേരത്തെയൊക്കെ ഇങ്ങനെയാണല്ലോ ഖുത്ബ ഓതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അറബിയിൽ ഖുത്ബ ഓതുന്നിടത്തും ഇപ്പോഴത്തെ ഖുത്ബ ഏതാണ്ട് ഈ പുരപ്പുറത്ത് കോഴി കയറിയ അവസ്ഥയിലാണ്. നമ്മുടെ ഈ അറബ് നാടുകളിലെ ഖുത്ബേനെ അനുകരിച്ചുകൊണ്ടാണ് അവരതങ്ങ് ചെയ്യണം. സുന്നിപ്പള്ളികളിലും ഇപ്പൊ അങ്ങനെയായി. അവരെന്തോ വഴക്കു പറയും പോലെ, എന്തോ ചീത്ത പറയും പോലെയാണ് ഈ അറബിയിലെ ചില വാചകങ്ങൾക്ക് ഒരു പറയുന്നത്. അപ്പൊ അതാണ് സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇവിടുത്തെ അറബിയിൽ ഖുത്ബ പോകുന്ന സുന്നി മുസ്ലിയാക്കന്മാരും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ മാറാമെങ്കിൽ എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ ജമാഅത്ത് നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കുന്നയാള് ബിദ്ഈ ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ ശിർക്കി ആയതിന്റെ പേരിൽ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്ത എല്ലാം തികഞ്ഞ കാമിലീങ്ങളായിട്ടുള്ള മുത്തക്കമ്മിലീങ്ങളായിട്ടുള്ള ആളുകൾക്ക് പള്ളികളിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ കുറച്ച് റോയൽ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ പള്ളികളിൽ ഈ സഫുകൾക്ക് ഇടയിലോ എങ്ങനെയാ വേണ്ട, അത് മസയിലേക്ക് അതാത് മഹലിലെ ഫഖീഹന്മാരോട് മസയിലേക്ക് ചോദിച്ചിട്ട് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് ക്യാബിനുകൾ ഉണ്ടാക്കണം. അപ്പൊ അതിൽ AC സൗകര്യം ഉണ്ടാകണം. ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്ക് വിശർക്കാതെ നിന്നിട്ട് ക്യാബിന്റെ ഉള്ളിൽ ജമാഅത്തിന് തുടരാൻ പറ്റൂലല്ലോ. ഒറ്റയ്ക്ക് ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പല ആളുകളും ഈ ഒറ്റയ്ക്ക് ജമാഅത്തിൽ കൂടാതെ തുടരാതെ നിസ്കരിക്കുന്ന ആളുകള് അതൊരു പ്രതിഷേധം, ഒരു പ്രൊട്ടസ്റ്റ്, ഒരു മുആറള, ഒരു ഇഅ്തിറാള് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് അത് നിർവഹിക്കണം. അവര് വളരെ നിശബ്ദമായിട്ട് ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ബിദ്അത്ത് ചെയ്യുന്ന ഈ ഇമാമിനെതിരെ, ഈ ജമാഅത്തിന്റെ ഇമാമിനെതിരെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘടിത നിസ്കാരത്തിന്റെ ഇമാമിനെതിരെ അവർ പ്രതിഷേധിക്കുകയാണ്. അയാൾ ശിർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ സലഫി അയാളെ തുടർന്ന് നിസ്കരിക്കുന്നില്ല, അയാൾ കുത്തുബിയത്തൊക്കെ നടത്തുന്ന ആളാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് കോട്ടക്കിൽ ഇടപെടിച്ച ആളാണ്, അതല്ലെങ്കിൽ അയാൾ ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളല്ല. ഇങ്ങനെ പല കാരണങ്ങളാലാകാം. അപ്പൊ ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഈ ജമാഅത്ത് നിസ്കാരത്തിൽ കൂടാത്തത് എന്നുള്ള സന്ദേശം ആ പള്ളിയിൽ വരുന്ന ആളുകൾക്കൊക്കെ നൽകാൻ കഴിയുന്ന രീതിയിൽ നെയിം ബോർഡുകൾ സ്ഥാപിച്ച വെവ്വേറെ ക്യാബിനുകൾ ഉണ്ടാക്കണം. അപ്പോ ഒരു ക്യാബിനിൽ ഇങ്ങനെ എഴുതി വെക്കുക ശിർക്ക് വിരോധി. അപ്പൊ അതിൽ കയറിയെന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന തനിച്ച് നിസ്കരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ സുന്നികൾക്ക് മനസ്സിലാവും ഇയാൾ കുറച്ച് തൗഹീദ് കട്ട പിടിച്ച ആളാണ് എന്ന് മനസ്സിലാവും. വേറൊരു ക്യാബിന്റെ ഇവിടെ എഴുതുക എന്തെന്ന് അടിയുറച്ച സുന്നി അല്ലെങ്കിൽ മുകളുറച്ച സുന്നി എന്ന് എഴുതി വെക്കുക. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ഇയാള് സുന്നത്ത് ജമാഅത്തിന്റെ നെടുന്തൂണായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഈ ജമാഅത്തിൽ നിസ്കരിക്കാത്തത്, ഈ ജമാഅത്തിൽ അയാൾ കൂടാത്തത്. വേറൊരു ക്യാബിനിൽ എഴുതി വെക്കുക ത്വരീക്കത്ത്, അതായത് പല ത്വരീക്കത്തുകാരെ സംബന്ധിച്ചിടത്തോളവും ആ ത്വരീക്കത്തിൽ പെട്ടതല്ലാത്ത ആളുകളെ അവര് തുടർന്ന് നിസ്കരിക്കൂല. കാരണം അവരെ കൂലി മേടിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പോരായ്മ ഉള്ളവരാണ്. അവര് മിക്കവാറും ആളുകൾ നിസ്കരിക്കൂല, നിസ്കരിച്ചാൽ തന്നെ അവര് ഇതര വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ തുറന്ന് നിസ്കരിക്കും. അപ്പൊ ത്വരീക്കത്ത് എന്ന് എഴുതി വെച്ചാൽ അപ്പൊ ഷംസിയ ത്വരീക്കത്തോ നൂരിഷ ത്വരീക്കത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയുള്ള ത്വരീക്കത്തോ ഏത് ത്വരീക്കത്തോ ആണെങ്കിലും അവർക്ക് ആ ക്യാബിനിൽ, പിന്നെ ക്യാബിനിൽ കിടന്ന് അവർ ഇടികൂടുവാണെങ്കിൽ അതും ദീനിന്റെ മാർഗത്തിലുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് അയിത്തങ്ങൾക്ക് എന്തെങ്കിലും നാരങ്ങാ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. ക്ഷീണം വരുമ്പളി നാരങ്ങാ വെള്ളം കലക്കി കൊടുക്കേണ്ട ഒരു സംസ്കാരം നമുക്കുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരന്മാരെ, പല കാര്യങ്ങളും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തും ഈ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ പരിഷ്കാരികളായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലേക്ക് താടി വടിച്ച് അതായത് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ട് നടക്കുന്ന കാക്കാമാരെ കാണണമെങ്കിൽ മുജാഹിദുകളെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരെയൊക്കെ കാണണം. ഇപ്പോൾ നമ്മുടെ അബ്ദുള്ള സാഹിബൊക്കെ അതുപോലെയൊക്കെ വെടിപ്പായിട്ടാണല്ലോ നടക്കണേ. എന്നാൽ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ മുജാഹിദുകളെ കണ്ട എന്നെക്കാളും പ്രാകൃതമായ വേഷം ധരിച്ചാണ്. അപ്പൊ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എത്ര ശിർക്ക് ചെയ്താലും നമ്മുടെ വെളിയങ്കോട് കെ ഉമർ മൗലവി ചെയ്തതുപോലെയുള്ള കടുങ്കൈയൊന്നും ഇപ്പോഴത്തെ മുജാഹിദുകൾ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ ഹാലിലുള്ള കെ അസം മുസ്ലിയാർക്ക് മുജാഹിദ് നേതാവായിരുന്ന ആ മൗലവി കത്തയച്ചു, അസ്ലിം തസ്ലം വ ഇല്ല ഫ ഇന്ന ഇസുമക്ക വ ഇസുമ അത്ബായിക അലൈക്. ഹസൻ മുസ്ലിയാരെ, താങ്കൾ മുസ്ലിം ആവുക, അല്ലെങ്കിൽ താങ്കളുടെയും താങ്കളുടെ അനുയായികളുടെയും കുറ്റം താങ്കൾ പേറേണ്ടി വരും. ഈ വക കടുങ്കയ്യൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മുജാഹിദുകൾ ഇപ്പൊ നവീകരിക്കപ്പെട്ടു. കുറച്ച് നാഗരികതയുടെ വെളിച്ചം അവരിലേക്ക് എത്തിയിട്ടുണ്ട്. മനസ്സിലായി, പല രംഗങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊരു സിനിമയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ആ സിനിമയൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർ അന്ന് നിസ്കാരം തന്നെ വളരെ കുറവാണ്. ആകപ്പാടെ 5 or 8 പേര്, ആ മുക്രിയും അതുപോലെ ചെല്ലാക്കന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ജമാഅത്ത് നിസ്കാരത്തിന് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കൂട്ടത്തിൽ തനിയെ സിനിമ ഇറങ്ങിയ കാലത്ത് ചില ആൾക്കാർ വന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കലുണ്ടായിരുന്നു, ആ സിനിമയുടെ സ്വാധീനം കൊണ്ട്. അതുപോലെ ഈ നക്സൽ പ്രസ്ഥാനത്തിലൊക്കെ അവർ പൊതുവില് മൗനികളും വിഷാദചിത്തരും ഏകാകികളും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നക്സൽ പ്രസ്ഥാനം വിട്ട് ഇസ്ലാമിലേക്ക് വന്ന വിശ്വാസികളായ ചില ആളുകളും അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായി. ഇപ്പൊ അത് സാർവത്രികമായിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ പള്ളികളിലും ഗ്രാമമെന്നോ പട്ടണമെന്നോ ഭേദം കൂടാതെ ഉയർന്ന ഫെസിലിറ്റി ഏർപ്പാടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.